തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ഷൻ കമ്മിറ്റി AKG സെന്റർ ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. ദേവസ്വം മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറിയും അടങ്ങുന്ന ആ ഫ്രാക്ഷൻ കമ്മിറ്റി അറിഞ്ഞിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതലുള്ള എല്ലാ കൊള്ളകളും നടന്നിട്ടുള്ളത്. മുരാരി ബാബുവിനെ പുറത്തിറക്കി വിടാൻ കാരണം മുരാരി ബാബു അളമുറ്റിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെ മുരാരി ബാബു വിളിച്ചു പറയും സത്യങ്ങൾ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തും തന്നെ കടപുഴകിപ്പോകും, കടലിൽ മുങ്ങിപ്പോകും എന്ന് വന്നിട്ട് പോലും നടപടിയെടുക്കാൻ CPM പാർട്ടിക്ക് ധൈര്യമില്ലാത്ത എന്തുകൊണ്ട്? ഈ കൊള്ളയിൽ ഇവരെല്ലാം പങ്കാളികളാണ്. ഇവരുടെ പാർട്ടി ആളുകളെ ഒന്നാമത്തെ പ്രതി. കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം വ്യാപിച്ചപ്പോഴാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. SITയോട് എത്ര തവണ കോടതി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാരല്ലല്ലോ ഹൈക്കോടതി ബെഞ്ചിലിരിക്കുന്നത്. അവർ ചോദിച്ചില്ലേ? ക്ഷമകെട്ട് ചോദിച്ചില്ലേ? നടപടിയെടുത്ത് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞില്ലേ? അപ്പോ കടകംപള്ളി സുരേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അയാളെ പ്രതിയാക്കുകയോ ചെയ്യണം. ശ്രീ പഴകുളം മധു, പ്രതിപക്ഷം ഒളിച്ചോടുകയായിരുന്നു, ബഹളം വെക്കാനും അത് മുദ്രാവാക്യം വിളിക്കാനുമേ താല്പര്യമുള്ളൂ എന്ന് പറയുന്നു ഭരണപക്ഷം. അന്വേഷണത്തെ സംബന്ധിച്ച് നമുക്ക് ചർച്ചയാകാം എന്നാണ് ഞങ്ങളുടെ സമീപനം, ചർച്ച വേണ്ട എന്നതാണ് പ്രതിപക്ഷത്തിന്റെ സമീപനം എന്ന് ഭരണപക്ഷം പറയുന്നു. സ്വർണ്ണക്കൊള്ള വിഷയം കേരള നിയമസഭയിൽ ചർച്ചയായാൽ നിങ്ങൾക്കാണോ നഷ്ടം? ചർച്ചയുടെ ഘട്ടം കഴിഞ്ഞു. ചർച്ച നിരവധി നടന്നു. നിയമസഭയ്ക്കകത്തും പുറത്തും പബ്ലിക് ഡൊമൈനിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ എല്ലാ വശങ്ങളും എല്ലാവർക്കും അറിയാം. പബ്ലിക് ഡൊമൈനിൽ നടന്നു. പക്ഷേ റൂൾ 50 അനുസരിച്ചുള്ള ഒരു ചർച്ച നിയമസഭയ്ക്കകത്ത് നടത്തേണ്ടതല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയാലോ, ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കാം. അത് തത്സമയം ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യും. നല്ല ചാൻസ് അല്ലേ അത്? അല്ല, എന്തിനാണ് 100 അംഗങ്ങളുള്ള ഒരു മുന്നണി 40 അംഗങ്ങളുള്ള ആൾക്കാരെക്കാൾ 3 ഇരട്ടി സമയം കിട്ടുന്ന ആൾക്കാർ നിയമസഭയ്ക്കകത്ത് പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് ഈ സ്വർണ്ണക്കൊള്ളയെ വീണ്ടും അവതാളത്തിലാക്കാൻ അല്ലെങ്കിൽ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള ഗൂഢമായ പരിശ്രമം നടത്തുകയാണ് അവർ. അവർക്ക് വേണ്ടത് ഇത് ലാഗ് ചെയ്തുകൊണ്ട് പോവുകയാണ്, അന്വേഷണം വഴിമുട്ടിക്കുക. അവരുടെ ഉന്നതന്മാരായ നേതാക്കന്മാർ പത്മകുമാർ പറഞ്ഞ ദൈവതുല്യന്മാരിലേക്ക് അന്വേഷണം പോകുമ്പോൾ വഴിതിരിച്ചു വിടാനും അന്വേഷണം അട്ടിമറിക്കാനും പിടിക്കപ്പെട്ട പ്രതികൾ സത്യം തുറന്ന് പറയുന്നത് ഒഴിവാക്കി അവർക്ക് വളരെ എളുപ്പത്തിൽ ജാമ്യം ലഭിക്കാനുമുള്ള ഏറ്റവും ഗൂഢതന്ത്രങ്ങൾ ഈ സംസ്ഥാനത്തെ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അറിവോടെ നടക്കുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഈ വാ നമുക്ക് ചർച്ച നടത്താം എന്ന് പറഞ്ഞാൽ അവിടെ കുളിച്ചൊരുക്കിപ്പോയി ചർച്ച നടത്താൻ സൗകര്യമില്ല. അതല്ല കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നടപടിയാണ്. നടപടി എന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞല്ലോ, പിന്നെ ഇന്ററിം അല്ലെങ്കിൽ പ്രിലിമിനറി ചാർജ് ഷീറ്റ് കൊടുക്കാൻ സുപ്രീം കോടതിയുടെ വെരി സ്ട്രോങ് ഡയറക്ഷൻ ഉണ്ട്. അതിന്റെ പേരിൽ പ്രതികൾ ജാമ്യം കിട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് സുപ്രീം കോടതി ആ നിലപാടെടുത്തത്. പക്ഷെ ഇവർ കൊടുക്കുന്നില്ല. എന്തുകൊണ്ട്? മുരാരി ബാബുവിനെ എന്തിനാണ് പുറത്തിറക്കി വിടുന്നത്? മുരാരി ബാബുവിനെ പുറത്തിറക്കി വിടാൻ കാരണം മുരാരി ബാബു അളമുറ്റിയാൽ ചേരയും കടിക്കും എന്ന് പറയുന്ന പോലെ മുരാരി ബാബു വിളിച്ചു പറയുന്ന സത്യങ്ങൾ. എന്തുകൊണ്ടാണ് പത്മകുമാറിനെ പുറത്താക്കാത്ത പാർട്ടിയിൽ നിന്ന്? പത്തനംതിട്ട ജില്ലയിലെ CPM പാർട്ടി അതിൽ ഏറ്റവും ശക്തനായ ഒരു നേതാവാണ് പത്മകുമാർ. ഇത്ര നീചമായൊരു കൊള്ള നടന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് പാർട്ടി വിലയിരുത്തി. എന്നിട്ടും പത്മകുമാറിനെ സംരക്ഷിക്കാൻ CPM പാർട്ടി എടുത്തിരിക്കുന്ന നിലപാട് എന്തിനു വേണ്ടി, ആർക്കു വേണ്ടി? ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തും തന്നെ കടപുഴകിപ്പോകും, കടലിൽ മുങ്ങിപ്പോകും എന്ന് വന്നിട്ട് പോലും നടപടിയെടുക്കാൻ CPM പാർട്ടിക്ക് ധൈര്യമില്ലാത്ത എന്തുകൊണ്ട്? ഈ കൊള്ളയിൽ ഇവരെല്ലാം പങ്കാളികളാണ്. ഇവരുടെ പാർട്ടി ആളുകളെ ഒന്നാമത്തെ പ്രതി. ആ സന്ദർഭത്തിൽ ഹൈക്കോടതി എത്ര തവണ പറഞ്ഞു. ഇപ്പൊ ഹൈക്കോടതി ഞങ്ങളെ വിമർശിച്ചതാണ് ഈ മന്ത്രിമാർ പറയുന്നത്. എത്ര വിവരക്കേടാണ് കേരളത്തിലെ മന്ത്രിമാർ വിളിച്ചു പറയുന്നത്. സുപ്രീം കോടതി ചോദിച്ചില്ലേ, ദൈവത്തിന്റെ സ്വത്ത് കൊള്ളയടിച്ചിട്ട് നാണമില്ല നിങ്ങൾക്ക് ജാമ്യം തേടി സുപ്രീം കോടതിയിൽ വരാൻ എന്ന് CPMന്റെ ഒരു നേതാവിനോട് ചോദിച്ചു. ഇപ്പൊ വാസ് ഞങ്ങളുടെ പാർട്ടിയില്ലെന്ന് പറയുകയാണ്. പഞ്ചായത്ത് മെമ്പറായിരുന്ന ഒരു മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന കമ്മീഷണറായിരുന്ന കമ്മീഷൻ സ്ഥാനത്തിരുന്ന് ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റാകാൻ അവസരമുണ്ടാക്കി കൊടുത്ത, വഴിവിട്ട നിയമനം നടത്തിക്കൊടുത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ എല്ലാ രക്ഷയും സംരക്ഷണവും കവചമാക്കി വെച്ചുകൊണ്ട് വാസു എന്ന് പറയുന്നയാൾ ഈ കേസിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അയാൾ പാർട്ടിയിലെന്ന് പറഞ്ഞൊഴുകുകയാണ്. പിടിക്കപ്പെട്ട പ്രതികൾ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ളവരാണ്. ഇവരെല്ലാവരും കൂടി ഈ കേസ് ശക്തമായി അന്വേഷിച്ചാൽ ഇത് തെളിയിക്കപ്പെടും, ശിക്ഷിക്കപ്പെടുമെന്നായപ്പോൾ SITയെ മെല്ലെ പോകാൻ സമ്മർദ്ദം ചെലുത്തുകയാണ്. SITയിലേക്ക് 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരെ CIമാരെ ഉൾപ്പെടുത്താൻ ഇവർ നടത്തിയ ശ്രമം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തടഞ്ഞു. അത് പാടില്ലെന്ന് പറഞ്ഞു. കാരണം അവരുടെ ചരിത്രം പരിശോധിച്ചപ്പോൾ അവർ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായി പാർട്ടി സഖാക്കന്മാരായി നടന്നവരാണ്.
നുഴഞ്ഞു കയറി ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നിരിക്കുന്നു. ഈ ഹീനമായ അക്രമം, ഈ ഹീനമായ കൊള്ള കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും, കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇതിനെ എതിർക്കുന്നു, വെറുക്കുന്നു. ഈ സർക്കാരിനോട് ഇനി ചർച്ച നടത്താം, നമുക്ക് സന്ധി സംഭാഷണമാകാം എന്ന് പറയുന്ന അവസരമല്ല ഇത്. ശക്തമായ നടപടിയില്ലെങ്കിൽ ഇവരെന്ത് പറയും? ശക്തമായ നടപടി ശരിക്കും അല്ല. എനിക്ക് ഒരൊറ്റ കാര്യത്തിൽ വ്യക്തത, ശ്രീ പഴകുളം മധു, എന്തിനാണ് സമരം ചെയ്യുന്നത്? ഒന്ന്, ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്, അന്വേഷണം നടത്തി അതിന്റെ കുറ്റപത്രം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. സമരം ചെയ്താൽ കുറ്റപത്രം ആവില്ലല്ലോ. അന്വേഷിച്ച് അതിന്റെ കൺക്ലൂഷൻസ് കണ്ടെത്തി തൊണ്ടിയൊക്കെ പിടിച്ചെടുത്തിട്ട് വേണം കുറ്റപത്രം കൊടുക്കാൻ. ഒന്ന്, അന്വേഷണം നടക്കുന്നുണ്ട്, അപ്പൊ അന്വേഷണം ആവശ്യപ്പെടാൻ പറ്റില്ല. അന്വേഷണ റിപ്പോർട്ട് വേഗം കൊടുക്കണം എന്ന് പറഞ്ഞാണോ സമരം? അതോ ഈ അന്വേഷണ ഏജൻസി പോലെ വേറെ അന്വേഷണ ഏജൻസി വേണം എന്ന് പറഞ്ഞാണോ സമരം? കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം വ്യാപിച്ചപ്പോഴാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്. SITയോട് എത്ര തവണ കോടതി ചോദിച്ചു, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടല്ലല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാരല്ലല്ലോ ഹൈക്കോടതി ബെഞ്ചിലിരിക്കുന്നത്. അവർ ചോദിച്ചില്ലേ? ക്ഷമകെട്ട് ചോദിച്ചില്ലേ? നടപടിയെടുത്ത് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്ന് കോടതി പറഞ്ഞില്ലേ? അപ്പോ കടകംപള്ളി സുരേന്ദ്രനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ അയാളെ പ്രതിയാക്കുകയോ ചെയ്യണം. അയാളെ അറസ്റ്റ് ചെയ്യണം. മൊഴിയെടുക്കുന്നു, കത്ത് കൊടുക്കുന്നു, അറസ്റ്റ് നടക്കുന്നില്ല. VN വാസവനാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി. അയാളെ അറസ്റ്റ് ചെയ്യണം. 2019 ശബരിമലയിൽ നിന്നും കേരളത്തിന് പുറത്തേക്ക് ദ്വാരപാല വിഷയങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ട് പോയതിനാണ് പത്മകുമാർ ജയിലിൽ കിടക്കുന്നത്. അതേ കുറ്റമാണ് 24-ൽ ഈ പറയുന്ന പ്രശാന്ത് ചെയ്തത്. അയാളെ സ്വതന്ത്രരായി വിട്ടിരിക്കുന്നു. ഇങ്ങനെ കടകംപള്ളി സുരേന്ദ്രനെയും വാസവനെയും പ്രശാന്തിനെയും എല്ലാം രക്ഷിക്കുന്ന എന്തിനു വേണ്ടി? മറ്റുള്ളവന്മാരെ സഹായിക്കാൻ വേണ്ടി. ഒരു കാര്യം കൂടി ഞാൻ പറയാം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. ഈ CPM പാർട്ടിക്ക് ഒരു പഞ്ചായത്ത് ഭരണം കിട്ടിയാൽ ആ ഭരണം നിയന്ത്രിക്കാൻ അവർക്കൊരു ഒരു സംവിധാനമുണ്ട്. അതിന് പറയുന്ന ഫാക്ഷൻ കമ്മിറ്റി ഉണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്ന ഒരു ഫാക്ഷൻ കമ്മിറ്റി AKG സെന്റർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വളരെ ഉത്തരവാദിത്തോടെ പറയുന്നു. ദേവസ്വം മന്ത്രിമാരും CPM സംസ്ഥാന സെക്രട്ടറിയും അടങ്ങുന്ന ആ ഫാക്ഷൻ കമ്മിറ്റി അറിഞ്ഞിട്ടാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്ന 2016 മുതലുള്ള എല്ലാ കൊള്ളകളും നടന്നിട്ടുള്ളത്. ആ ഫാക്ഷൻ കമ്മിറ്റിയിലെ അംഗം കേരളത്തിലെ മുഖ്യമന്ത്രി കൂടി അംഗമായിരുന്നു എന്ന് മാത്രമേ ഇനി പുതുതായി നൗഷാദ് നിഷേധിക്കട്ടെ. നൗഷാദിനെ വെല്ലുവിളിക്കാണ്. നൗഷാദ് നിഷേധിക്കട്ടെ ഒരു ഫാക്ഷൻ കമ്മിറ്റി ഇല്ലെങ്കിൽ. ശരി.